ങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവികാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്റ്റർ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാമുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തിരിഞ്ഞവരുടെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. തമ്പുരാന്റെ അമ്മേ, പാളയ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. വിശ്വസിക്കുന്നു ഞാൻ താതാ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ സൂനുവേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ ആത്മനേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ പൂർണ്ണമായി ത്രിത്വത്തിൽ. ഇന്നധരം കൊണ്ടു ഞാൻ ഏറ്റു ചൊല്ലിയിടുന്നു, നീയാണെന്റെ രക്ഷകൻ, ഇന്നാഥനും ക്രിസ്തുവും. എൻ ഘോര പാപങ്ങൾ എണ്ണി എണ്ണി മുട്ടിൽ ഇഴഞ്ഞു ഞാൻ വന്നിടുന്നു. കുംഭസാരക്കൂട്ടിൽ നിന്നു നീ മോചനമേകി അനുഗ്രഹിക്കണമേ. അനുതാപമോടെ ഞാൻ വിങ്ങി വിങ്ങി ക്രൂശിൻ ചുവട്ടിലായി നിന്നിടുന്നു. തിരുരക്തമൊഴുക്കി നീ എന്നെ ആപാദചൂടൻ ശുദ്ധമാക്കണമേ. വിശ്വസിക്കുന്നു ഞാൻ താതാ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ സൂനുവേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ ആത്മനേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ പൂർണ്ണമായി ത്രിത്വത്തിൽ. ഇന്നധരം കൊണ്ട് ഞാൻ ഏറ്റു ചൊല്ലിയിടുന്നു, നീയാണെന്റെ രക്ഷകൻ, ഇന്നാഥനും ക്രിസ്തുവും. ചേച്ചി, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 9-10 തിരുവചനങ്ങൾ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാരുണ്യവാനായ ദൈവമേ, ഈ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പാപാവസ്ഥയിലായിരുന്ന നമ്മെ രക്ഷിക്കുന്നതിനായി ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടതാണെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലൂടെ പ്രത്യുദ്ധരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
ഈശോനാഥ, മിസിയ കുടുംബത്തെയും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് നിറവുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായും മിസിയയുടെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസവും വചനം വിചിന്തനം ചെയ്യുവാനും ഹൃദയസ്ഥമാക്കാനും ഞങ്ങളുടെ കാതുകളെയും ഹൃദയത്തെയും അവിടുന്ന് ഒരുക്കണമേ. ഈശോനാഥ, വിശ്വാസത്തോടെയും ഹൃദയവിശുദ്ധിയോടെയും ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയോടെയും പരസ്പര ഹൃദയശുദ്ധിയോടെയും ജീവിക്കാനുള്ള വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ഭാഗത്തു നിന്നും മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലെ യേശു രക്ഷകൻ എന്ന ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ദൈവം തന്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് കാൽവരിയിലെ ആ ഒരു ബലിവഴി തന്റെ സ്വപുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് മനുഷ്യരോരോരുത്തരുടെയും പ്രത്യുത്തരത്തിനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രത്യുത്തരത്തിനായിട്ടാണ്, ഒരു മറുപടിയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ദൈവത്തിന് നൽകേണ്ടത്. നമ്മൾ നൽകേണ്ട ആദ്യത്തെ 2 പ്രത്യുത്തരങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് വിശ്വാസവും മറ്റൊന്ന് മാനസാന്തരവും. ഇന്ന് നമ്മൾ വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്നത്തെ സെഷനിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇന്നത്തെ സെഷന് വേണ്ടി നമ്മളെ ഒരുക്കിയ ടെൻസി ചേച്ചിയെയും അല്ലേട്ടനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗാനത്തിലൂടെ, വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചുള്ള ആ ഒരു ഗാനത്തിലൂടെ നമ്മളെ ഈ ഒരു സെഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ജോമിയെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് വചനവായന വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത റോസ്ലി ചേച്ചിയെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് നമ്മളത്തെ വിശ്വാസ പ്രത്യുത്തരം എന്ന സെഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാധികാരി ബഹുമാനപ്പെട്ട ജോയി ആലപ്പാട്ട് പിതാവിന് ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആനിമേറ്റർ റവറൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും ഇന്ന് നമുക്ക് വേണ്ടി സമാപന സന്ദേശം നൽകുന്ന ജെയിംസ് സെക്രിയാസ് അച്ഛനെയും ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മിസിയ കൂട്ടായ്മയുടെ മാർഗദർശിയും വഴികാട്ടിയുമായ നമ്മുടെ പ്രിയപ്പെട്ട ആലിസ് കുട്ടി ചേച്ചിയെയും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന മിസിയയുടെ കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എല്ലാവരെയും, അതോടൊപ്പം ഇന്ന് വിവിധ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലേറെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനായിട്ട് തങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കുന്ന 20ാം ബാച്ചിലെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. പ്രൊക്ലമേഷൻ ആയിട്ട് ജെസ്സി മാത്യുവിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ചേച്ചി മ്യൂട്ടാണേ, ചേച്ചി അൺമ്യൂട്ട് ചെയ്യണേ.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി ത്രിത്രൈക ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കഴിഞ്ഞുവെന്നും നമുക്ക് രക്ഷ നേടി തന്നു കഴിഞ്ഞുവെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ആ രക്ഷ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം, അഥവാ നമ്മൾ അതിനെ എങ്ങനെ പ്രത്യുത്തരിക്കണമെന്ന് നമുക്കിന്ന് നോക്കാം. വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരത്തിലൂടെയാണ് നമുക്കത് കൈവശമാക്കാൻ പറ്റുന്നത്. എന്നാൽ ഇന്ന് വിശ്വാസ പ്രത്യുത്തരത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. സുവിശേഷത്തിലെ സുവർണ വാക്യം എന്ന് വിശേഷിപ്പിക്കുന്ന എഫേസോസ് അധ്യായം 3 വാക്യം 17 പറയുന്നു, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ സ്നേഹിതരെ, പാപത്തിലും ബന്ധനത്തിലുമായിരുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ആദ്യം മുതൽ ഇനി ഈശോയുടെ രണ്ടാം വരവിന് തൊട്ടു മുൻപ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ വരെ പാപങ്ങൾ ഏറ്റെടുത്ത് യാഗമായി തീർന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചു കഴിഞ്ഞുവെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആ രക്ഷ സ്വന്തമാക്കാം. അതാണ് വിശ്വാസ പ്രത്യുത്തരം. റോമാക്കാർ എഴുതിയ ലേഖനം അധ്യായം 10 വാക്യം 9 പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ ഭാഗത്തു നിന്നും മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. മനുഷ്യന്റെ പ്രത്യുത്വത്തിനായി സ്വർഗം കാത്തിരിക്കുന്നു. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്. രക്ഷ നേടാൻ തക്ക പ്രത്യുത്തരം നാം കൊടുക്കണം. മടങ്ങി വരുന്നവനെ മഹാരാജാവാക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം, തെറ്റുകൾ തിരുത്തുക വലിയ അനുഗ്രഹങ്ങളിലേക്കുള്ള ക്ഷണമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. കുറ്റബോധത്തിൻ്റെയും ഭാരത്തിൻ്റെയും ഇന്നലകളിൽ നിന്ന് പുണ്യത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും നാളുകളിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ പ്രത്യുത്തരം. കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്ത്യാനിയുടെ മഹത്വവും. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ അധ്യായം 3 വാക്യം 16, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടതാണെന്നും നാം ഉറച്ചു വിശ്വസിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 2 വാക്യം 36, അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവവും കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. വിശുദ്ധ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും സ്നാനം സ്വീകരിക്കുവിൻ. പാപത്തെ ജയിച്ചവന്റെ മരണത്തോട് താരതമ്യപ്പെടുന്നതാണ് അനുതാപം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം നമ്മുടെ പാപങ്ങളെല്ലാം ഓർത്ത് അനുതപിച്ച് കണ്ണീരൊഴുക്കി ഹൃദയം നുറുങ്ങി ഏറ്റുപറയുവാൻ ഒരുങ്ങണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 3 വാക്യം 19, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. 1 യോഹന്നാൻ അധ്യായം 1 വാക്യം 8, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. ശാന്തത മനുഷ്യരുടെ മുമ്പിലും എളിമ ദൈവത്തിന്റെ മുൻപിലും. ആത്മാർത്ഥമായ കുമ്പസാരത്തിലൂടെ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളും മാറും. അനുതാപവും പാപബോധവും നമ്മെ അനുരഞ്ജനത്തിലേക്ക് നയിക്കും. 1 യോഹന്നാൻ 1:9, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും.
അതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആത്മശോധന ചെയ്യാം. നിസ്സാരമെന്നോർത്ത് നമ്മൾ തള്ളിക്കളയുന്ന പാപങ്ങളും ഘോരമായ പാപങ്ങളും തഴക്കദോഷങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മോട് തന്നെ, സഭയോട്, കുടുംബത്തോട്, സുഹൃത്തുക്കളോട്, ജോലിയിൽ, അയൽക്കാരോട്, സാപത്താചരണം, പ്രമാണങ്ങൾ ലംഘിക്കൽ, മൂലപാപങ്ങൾ, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ എല്ലാം നമ്മൾ ഓർത്തോർത്ത് എഴുതി അനുദപിച്ച് ഹൃദയം നുറുങ്ങി ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കയറി വന്നാൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേലും തലമുറയോളം അവിടുന്ന് വർഷിക്കും. അങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനും ഈശോയുടെ കൂടെയുള്ള ഒരു ജീവിതം നയിക്കാനും സാധിക്കും. ബാങ്കിൽ പണം ഉണ്ടായിട്ടും ചെക്കിട്ടോ ATM കാർഡിട്ടോ പണം എടുക്കാതിരുന്നാൽ അത് നമുക്ക് ഉപയോഗശൂന്യമാകുന്നത് പോലെ സഭ നമുക്കായി ഒരുക്കിയിരിക്കുന്ന കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് നമ്മുടെ കടങ്ങളും പാപങ്ങളും എഴുതിത്തള്ളുവാനും എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കുവാനും ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2 വാക്യങ്ങൾ 37-38 പറയുന്നു, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. യേശുവിനെ നേടുക എന്നതാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്ക് ഒരുക്കി തന്ന രക്ഷ നമ്മൾ നേടിയെടുക്കുവാൻ നമ്മൾ വിശ്വസിച്ച് പ്രത്യത്തിരിക്കണം. യേശു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് രക്ഷ നേടിത്തന്ന് കഴിഞ്ഞുവെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കില്ല എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മയോട് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമുക്ക് ഒഴിവു കഴിവുകളില്ല. ചിലർ ചിന്തിച്ചേക്കാം, നമ്മൾ എന്തിനാണ് ഒരു വൈദികന്റെ അടുത്ത് പാപങ്ങൾ ഏറ്റുപറയുന്നത് എന്ന്. നേരിട്ട് യേശുവിനോട് പറഞ്ഞാൽ പോരെ? എന്നാൽ സ്നേഹിതരെ, യേശു സഭയുടെ ശിരസ്, നമ്മൾ അവയവങ്ങളും. സഭയിലൂടെയാണ് കുമ്പസാരം എന്ന കൂദാശ നമുക്ക് ലഭ്യമാകുന്നത്. യോഹന്നാൻ അധ്യായം 20 വാക്യം 21-23 പറയുന്നു, യേശു വീണ്ടും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. സ്നേഹിതരെ, നമ്മൾ ഓരോരുത്തരും പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ആയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 26 വാക്യം 17-18 ഇങ്ങനെ പറയുന്നു, നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞിനെ മറ്റൊരാൾക്ക് പകരക്കാരനായി കുരിശിൽ ഏറ്റുവാൻ സാധിക്കുമോ? തീർച്ചയായും അത് വേദനാജനകവും ഭീതി ഉളവാക്കുന്നതുമായിരിക്കും. എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞ് ഹൃദയം നുറുങ്ങി നമ്മെ പൂർണ്ണമായി അവനെ വിട്ടുകൊടുത്ത് നിരുപാധികം ക്ഷമിച്ചും ഒരു നല്ല കുമ്പസാരം നടത്തി ആ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 16 വാക്യം 30-31 അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് മണി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്ത സമയത്ത് എനിക്ക് നാട്ടിൽ പോകാൻ 4 ആഴ്ചത്തെ അവധി വേണം. എന്നാൽ മാനേജ്മെന്റ് എനിക്ക് 3 ആഴ്ചത്തെ അവധിയെ തന്നുള്ളൂ. ഞാൻ എൻ്റെ അസിസ്റ്റന്റ് മാനേജർ പദവി ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ആദ്യത്തെ ഒരാഴ്ച അവധി എടുക്കുക, ഞാൻ സ്കെഡ്യൂളിലിടും, നീ എന്നിട്ട് നിന്റെ വെക്കേഷൻ എനിക്കായി തരിക, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ വെക്കേഷൻ എനിക്കായി മാറ്റി ഞാൻ നാട്ടിൽ പോന്നു 4 ആഴ്ചത്തെ അവധിക്ക്.
തിരിച്ചു ചെന്നപ്പോൾ എൻ്റെ മാനേജർ എന്നെ ഓഫീസിൽ വിളിച്ച് എനിക്കൊരു റൈറ്റപ്പ് തന്ന് പറഞ്ഞു, നിന്റെ ജോലിയും നഷ്ടപ്പെടാമായിരുന്നു, നീ നിന്റെ അധികാരം ദുരുപയോഗിച്ചത് പ്രമാണിച്ച് എന്ന്. അപ്പോൾ എനിക്ക് സന്തോഷം വന്നു. എൻ്റെ പിതാവായ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, എൻ്റെ ജോലി കളഞ്ഞില്ലല്ലോ എന്നോർത്ത്. അടുത്ത ദിവസം എൻ്റെ മനം നൊന്ത് ഞാൻ പള്ളിയിൽ പോയി നല്ലൊരു കുമ്പസാരം നടത്തി അനുദപിച്ച്. അപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷം എത്ര വലുതായിരുന്നുവെന്ന് പറഞ്ഞാൽ മനസ്സിലാകിയില്ല. കാരണം എനിക്ക് നിരുപാധികം ക്ഷമിക്കുവാനും എനിക്ക് ആ കുമ്പസാരത്തിലൂടെ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കുവാനുമായിട്ട് സാധിച്ചു. അങ്ങനെ ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹായും പറയുന്നുണ്ടല്ലോ. ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ച് മരക്കൊമ്പിൽ കയറിയിരുന്ന സക്കേവൂസിനോടൊപ്പം വീട്ടിലേക്ക് ദൈവ സാന്നിധ്യം എത്തുന്നു. അടിമുറി എല്ലാം മാറുന്നു. സമ്പത്ത് വഞ്ചിച്ചവന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം നിറവേറ്റുന്ന സക്കേവൂസിനെ നമുക്ക് കാണാം. സക്കേവൂസിനെ പോലെ നമുക്കും ഒരു നല്ല കുമ്പസാരവും പ്രായശ്ചിത്തവും പൂർണ്ണമായി ക്ഷമിക്കുവാനും സാധിക്കട്ടെ. 2 കൊരിന്ത്യർ അധ്യായം 5 വാക്യം 17. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ആമേൻ. താങ്ക് യു ജസ് ചേച്ചി. വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെയും എങ്ങനെ വിശ്വാസ പ്രത്യുത്തരം നമുക്ക് നടത്താമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രഘോഷണം നടത്തിയ ജസ് ചേച്ചിക്ക് ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. അടുത്തതായി തന്റെ ജീവിത സാക്ഷ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായിട്ട് ലതാസ് ഷാജിയെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തില് ഞാൻ, എൻ്റെ ഭർത്താവ്, 2 കുട്ടികള്, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്. 20 വർഷമായിട്ട് ഞങ്ങൾ വിദേശത്തായിരുന്നു. 3 വർഷമായിട്ട് ഞാനും എൻ്റെ കുട്ടികളും നാട്ടിലുണ്ട്. ഭർത്താവ് ഇപ്പോഴും വിദേശത്ത് ജോലി ചെയ്യുന്നു. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനകളും ഞായറാഴ്ച കുർബാനയും നിർബന്ധമായിരുന്നു. എന്നാൽ ബൈബിൾ വായിക്കുന്ന പതിവ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കാറ്റക്കിസം ഒക്കെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കുർബാന കൈക്കൊള്ളാൻ വേണ്ടി 3 വർഷം മാത്രമേ ഞാൻ കാറ്റക്കിസം പഠിച്ചിട്ടുള്ളൂ. എന്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ഗോഡ് ഉണ്ടാവുന്നത് 12ാം ക്ലാസ്സിലെ വെക്കേഷൻ ടൈമിലാണ്. എന്റെ മമ്മിയുടെ ആങ്ങള ജോസങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞാൻ മുരികൂർ ധ്യാന കേന്ദ്രത്തില് ഒരാഴ്ചത്തെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തു. വചനം വായിക്കുക, അത് ജീവിക്കുക എന്ന മനോഹരമായ ആശയം എനിക്കിഷ്ടമായി. പക്ഷേ അവിടുന്ന് ഞാൻ നേരെ ജോയിൻ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പ്രൊഫഷണൽ കോഴ്സിലേക്കാണ്. ബുദ്ധിയുടെ ലോകത്ത് വന്നപ്പോൾ വചനമെല്ലാം കാറ്റിൽ പറഞ്ഞു. കാലം പിന്നെയും കടന്നുപോയി. ഞാൻ വിവാഹിതയായി, 2 കുട്ടികളുടെ അമ്മയായി. അങ്ങനെ ഇരിക്കെ ഒരു മാഗസിനിൽ ഞാൻ വായിക്കുകയാണ്, 35 വയസ്സ് മുതൽ സ്ത്രീകള് ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് തുടങ്ങണമെന്ന്. അപ്പൊ നാട്ടിൽ വന്നപ്പോ ഞാന് RCC കമ്മ്യൂണിറ്റി ക്ലിനിക്കാണ് സ്ക്രീനിങ് നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത്. എനിക്ക് ഒരു അസുഖവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പോയി ടെസ്റ്റ് എടുത്തു. എന്നാൽ ടെസ്റ്റിന് ശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ സെർവിക്സില് ഇൻഫ്ലമേഷൻ ആൻഡ് ലീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ ആരംഭം എന്നാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും തകർന്നുപോയി. കാരണം എന്റെ കുട്ടികൾക്ക് വയസ്സ് 4ഉം 6ഉം വയസ്സാണ് എന്റെ കുട്ടികൾക്ക്. ഞാൻ കർത്താവിനോട് മുമ്പിൽ ഒരുപാട് കരഞ്ഞു. എന്നെ ക്യാൻസർ വന്ന് മരിപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ കുഞ്ഞുങ്ങളെ തന്നതെന്നൊക്കെ ഞാൻ ദൈവത്തോട് പരിഭവം പറഞ്ഞു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്റെ ഭർത്താവിനോ എന്റെ മാതാപിതാക്കന്മാർക്കോ ഒന്നും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മുടെ ഉറ്റവർക്കോ ഉടയവർക്കോ പണത്തിനോ ടെക്നോളജിക്കോ മരുന്നുകൾക്കോ ഒന്നും നമ്മളെ ആശ്വസിപ്പിക്കാനാവില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, മരുന്ന് കഴിച്ചാൽ മാറുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇല്ല, നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ മാത്രമേ, നമ്മുടെ സ്വന്തം ശരീരത്തിന് മാത്രമേ ക്യാൻസർ കോശങ്ങളെ പുറത്താക്കാൻ പറ്റുള്ളൂ. ഈ വിഷമിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തില്
മുറിഞ്ഞൂർ ധ്യാനകേന്ദ്രത്തിൽ കേട്ടുമറന്ന വചനം അന്വേഷിച്ച് എന്റെ വീട്ടിലെ മുറിയിലെ ബൈബിൾ ഞാൻ തുറന്നു. സങ്കീർത്തനം 119, 105 പറയുന്നു, വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന്. വചനം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ കുറച്ചൊരാശ്വാസം കിട്ടി. ബൈബിൾ വായന അങ്ങനെ ഞാൻ ശീലമാക്കി. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ആദ്യം ബൈബിളിലൂടെയാണ്, പിന്നെ ചുറ്റുമുള്ളവരിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്കൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ ആഗ്രഹം ആരെയാണ്? സമൂഹത്തിൽ പൊസിഷനുള്ളവരെ, പണമുള്ളവരെ, സൗന്ദര്യമുള്ളവരെ, ബുദ്ധിയുള്ളവരെ, കഴിവ് കൂടിയവരെ, അല്ലേ? ഇവരെയൊക്കെ അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് പറയാൻ നമുക്ക് ആഗ്രഹമുള്ളത്. പക്ഷെ ഏറ്റവും ചെറിയ ആൾക്കാരിൽ കൂടി വരെ ദൈവം നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ചുറ്റുമുള്ള ആരെയും നമ്മൾ നിസ്സാരാക്കി കാണരുത്. എന്റെ ഒരു കൂട്ടുകാരിലൂടെ ദൈവം സംസാരിച്ചു. എന്റെ കൂട്ടുകാരി എന്റെ അടുത്ത് പറഞ്ഞു, ഡയഗ്നോസിസ് ഒന്നും കാര്യമാക്കണ്ട, കറക്റ്റായിട്ട് ഡയറ്റും എക്സസൈസും ചെയ്താൽ എല്ലാം ശരിയാവുമെന്ന്. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സമയത്ത് അങ്ങനെ വിശ്വസിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. എന്റെ കൂട്ടുകാരി പറഞ്ഞ പോലെ ഇറച്ചിയൊക്കെ നന്ദി കുറച്ചു, കൂടുതൽ പച്ചക്കറി കഴിക്കാൻ തുടങ്ങി. മൈദ, പാൽ, മുട്ട ഇതൊക്കെ ഞാൻ ഒഴിവാക്കി. കുറച്ച് ഗുണമുള്ള ആഹാര സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി. കറക്റ്റ് സമയത്ത് എണീക്കാനും ഉറങ്ങാനും തുടങ്ങി. അങ്ങനെ 6 മാസം കടന്നുപോയി. ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലീഷനും ഇൻഫ്ലമേഷനും ഒക്കെ അതുപോലെ നിൽക്കുന്നു, പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അതെനിക്ക് വലിയൊരു ആശ്വാസമായി. പിന്നെ 6 മാസം കടന്നുപോയി. ബൈബിൾ വായന, ഡയറ്റ്, എക്സസൈസ് ഇതൊക്കെയായി. 6 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, യുവർ സെർവിക്സ് ഇസ് ബാക്ക് ടു നോർമൽ. പ്രൈസ് ദി ലോർഡ്. ഇനി ചെക്കപ്പ് ഓരോ വർഷം കഴിഞ്ഞിട്ടാവാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 വർഷം കൺസിക്യൂട്ടീവ് ആയിട്ട് ഓരോ വർഷം ചെക്കപ്പ് ചെയ്തു. ഇപ്പോ 2 വർഷത്തിൽ ഒരിക്കലാണ് എന്റെ ചെക്കപ്പ്. അന്ന് 4ഉം 6ഉം വയസ്സുള്ള എന്റെ മക്കളുടെ പ്രായം 20 വയസ്സും 22 വയസ്സും. ഈ വിഷമം പിടിച്ച കാലഘട്ടത്തിൽ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. ഇതിനുശേഷം ദൈവം എന്നെ ഒരുപാട് മിനിസ്ട്രിയിലോട്ട് വിളിക്കാൻ തുടങ്ങി. ഞാൻ അബുദാബിയിലെ കാറ്റഗിസത്തിന് ജോയിൻ ചെയ്തു. അവിടുത്തെ കാറ്റഗിസം കോർഡിനേറ്ററായി. അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ മിസ്സിയിലൂടെ എനിക്ക് നല്ലൊരു ഫോർമേഷൻ കിട്ടി. അതിനുശേഷം ഡിപ്ലോമ ഇൻ തിയോളജി എന്ന ദ്വിവത്സര കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ പഠനം നടത്താൻ എനിക്കത് സഹായിച്ചു. എന്നെ അച്ചടക്കമുള്ള, ഒരുക്കമുള്ളൊരു വീട്ടമ്മയായിട്ട് ദൈവം എന്നെ രൂപപ്പെടുത്തി. എന്റെ വീട്ടില് ജങ്ക് ഫുഡോ ബേക്കറി സാധനങ്ങളോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നുള്ള ആഹാരമൊക്കെ വളരെ വിരളമാണ്. വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ഗുണമുള്ള ആഹാര സാധനങ്ങളാണ് ഞാൻ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നത്. ബൈബിൾ വായനയിലൂടെ ബൈബിൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി. 48 പാർട്ടിസിപ്പൻസിനെയും കൊണ്ട്, ലോകമെമ്പാടുമുള്ള 48 പാർട്ടിസിപ്പൻസിനെയും കൊണ്ട് ബൈബിൾ റീഡിംഗ് മാരത്തൺ എന്നൊരു പരിപാടി, അതായത് തുടക്കത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 48 റീഡേഴ്സിനെ കൊണ്ട് വായിക്കുന്ന ബൈബിൾ റീഡിംഗ് മാരത്തോൺ എന്ന സൂമിലെ പരിപാടി ഞാൻ എല്ലാ മാസവും നടത്തുന്നുണ്ട്. കുർബാന ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി. എല്ലാ ദിവസവും കുർബാന കാണാൻ ശ്രമിക്കാറുണ്ട്. കുർബാനയ്ക്ക് പോകുന്നേക്കാൾ മുമ്പ് ആ വചനഭാഗം, അന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗം, ലേഖനങ്ങളും അല്ലെങ്കിൽ പഴയ നിയമ ഭാഗങ്ങളൊക്കെ നേരത്തെ ഞങ്ങളൊന്ന് വായിച്ച് കുടുംബത്തിൽ എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്യും. ഭർത്താവും കുട്ടികളും നമുക്ക് എന്താണ് ആ വചനത്തിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് കുർബാന കാണുമ്പോൾ ശരിക്കും കുർബാന ഒരു പ്രത്യേക അനുഭവമായിട്ട് ഞങ്ങൾക്ക് മാറാറുണ്ട്. എന്റെ കൂട്ടുകാരെ, ദൈവം എങ്ങനെയാണോ എന്നോട് സംസാരിച്ചത് അതുപോലെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ബൈബിള് വായിക്കുന്നു, കുർബാനയ്ക്ക് പോകുന്നു, 10 മിനിറ്റ് സമയം നമ്മൾ ദൈവത്തിനോട് ഒരു പേഴ്സണൽ ടോക്കിന് വേണ്ടി ടൈം കണ്ടെത്തുക. അതൊരു പക്ഷേ കുർബാന സ്വീകരിക്കുമ്പോഴാകാം. ഒരു 10 മിനിറ്റ് ഇന്നത്തെ ദിവസം എന്റെ സന്തോഷങ്ങള്, എന്റെ വിഷമങ്ങള്, എന്റെ മനസ്സിലെ ആകുലതകള്, നടന്ന കാര്യങ്ങൾക്കുള്ള നന്ദി, നടക്കാതെ പോയ കാര്യങ്ങൾക്കുള്ള ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ നമുക്ക് ദൈവമായിട്ട് ഷെയർ ചെയ്യാം. ഇതൊക്കെ കേൾക്കാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുകയാണ്.
എമ്മാവൂസ് യാത്രയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭയവിഹ്വലരായ ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോയപ്പോ കർത്താവ് അവരോടൊപ്പം പോയി, അവരോടൊപ്പം സംസാരിച്ചു, അവർ ശക്തിയുള്ളവരായി തിരിച്ചു വന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ എന്നോട് സംസാരിച്ചതുപോലെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ലത ചേച്ചി. വളരെ മനോഹരമായിട്ട് തന്റെ ജീവിതത്തിലൂടെ എങ്ങനെ വിശ്വാസപൂർവ്വം കർത്താവിനോട് പ്രതികരിച്ചു എന്ന് തന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകിയതിന് ഏറെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ദൈവം ഇനിയും ചേച്ചിയുടെ ജീവിതത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ വിശ്വാസ പ്രത്യത്വത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യങ്ങൾ നൽകുവാനായിട്ട് ജോജോ തോമസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ലതയുടെ മനോഹരമായൊരു സാക്ഷ്യം കേൾക്കുകയായിരുന്നു. എനിക്കതിനകത്ത് വളരെ ടച്ച് ചെയ്തൊരു കാര്യം, ലത അങ്ങനെ പോയിട്ട് കർത്താവിൻ്റെ മുന്നിൽ നിന്ന് ആ വിഷമത്തിൽ കരയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി കർത്താവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? കർത്താവ് സന്തോഷത്തോടെ കരയാണ്. എൻ്റെ മോള് എൻ്റെ അടുത്ത് വന്ന് അവസാനം ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. എത്രയോ നാളായി ഞാൻ ഇവളുടെ പുറകെ നടക്കുന്നു. ഇവൾക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മനോഹരമായ പദ്ധതിയിലേക്ക്, ആ ബന്ധത്തിലേക്ക് ആദ്യത്തെ കാൽച്ചുവടായിട്ട് അവൾ വരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മളെ ഇതുപോലെ ഇതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിലേക്ക്, നമ്മുടെ പാപം കൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നെങ്കിലും അതിലൊന്നും കാര്യമാക്കാതെ അതിന് പരിഹാരമായിട്ട് കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച് രണ്ട് കൈയും നീട്ടി കുരിശിൽ ഇങ്ങനെ സ്നേഹത്തോടെ നീട്ടി അത് ഉദ്ധാനം ചെയ്ത് അതേപോലെ തന്നെ കൈകൾ നീട്ടി നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന യേശു ക്രിസ്തു ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ജെസ്സി ചേച്ചി പറഞ്ഞതുപോലെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നൊരു പ്രത്യുത്തരമാണ്. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യമെന്ന് ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. കാരണം സ്വാതന്ത്ര്യമില്ലാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഏത് സമയവും ആ സ്വർഗീയ യാത്രയിൽ നിന്ന് പോകും. പക്ഷേ ഞാൻ സ്വാതന്ത്ര്യത്തോടെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ, എനിക്ക് ഏറ്റവും നല്ലത് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ, ഞാൻ ഒരിക്കലും അതിൽ നിന്ന് വേറെ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നേയില്ല. അപ്പം അങ്ങനെ ആ സ്വർഗീയ ക്ഷണത്തിന് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ ഏറ്റവും നല്ലതാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടി ഞാൻ ആദ്യം മനസ്സിലാക്കുന്നതാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്ക 2:31. സകല ജനതകൾ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ എല്ലാ ജനതകളിൻ്റെ കൂട്ടത്തിൽ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും എനിക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ടു കഴിഞ്ഞു. അത് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച് ഉദ്ധിതനായി നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ പ്രൊക്ലമേഷൻ എല്ലാം കണ്ടതാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ്? മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനായിട്ടാണ് സ്വർഗം കാത്തിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ പ്രത്യുത്തരത്തിനായിട്ട് ദൈവം കാത്തിരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കിതിങ്ങനെ, എന്തുകൊണ്ട് ഇത് ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്? ഇത് സിമ്പിളല്ലേ? പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾ കാണുന്ന സൃഷ്ടവസ്തുക്കളെ കാണുന്ന നമ്മൾ അരൂപിയായ ദൈവം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ദൈവത്തിലേക്കുള്ള ഒരു ബന്ധം കിട്ടണമെന്നുണ്ടെങ്കിൽ വിശ്വാസമാകുന്ന പാലത്തിൽ, വിശ്വാസമാകുന്ന അനുഗ്രഹം, ദൈവം നൽകുന്ന വിശ്വാസം, ആ വിശ്വാസത്തിന് നമുക്കറിയാം, കൊന്തയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസം, ശരണം, ദൈവസ്നേഹം, ഇത് 3 ദൈവമാണ് നമ്മുടെ ആത്മാവിൽ നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് 3 വേണ്ടി തിയോളജിക്കൽ വെർച്വലായിട്ട് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം കിട്ടിക്കഴിയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യുത്തരമായിട്ട് നമ്മൾ കർത്താവിലേക്ക് വരുന്ന പാലം എന്ന് പറയുന്നത്, അരൂപിയായ ദൈവത്തിലേക്ക് വരുന്ന പാലം വിശ്വാസമാണ്. CCCയിൽ 142 എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തന്നെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സുമിത്രങ്ങളോടെന്ന പോലെ സംസാരിക്കുന്നു. തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, അദൃശ്യനായ ദൈവം നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലത ഒക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു കൂട്ടായ്മയിലേക്ക്, ആ ബന്ധത്തിലേക്ക് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഇടയിൽ, പുറത്തെല്ലാം നമുക്കറിയാലോ ദൈവം
സർവ്വവ്യാപിയാണ്. അപ്പോൾ ചരിച്ചുകൊണ്ട് ഈ ക്ഷണത്തിന് മനുഷ്യൻ നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് വിശ്വാസം. അത് ഉചിതമായ പ്രത്യുത്തരമായിരിക്കണം. നമുക്ക് ആ ഉചിതമായ പ്രത്യുത്തരം എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേനും കാണാം. അതേപോലെ CCC 142, 143 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 142, 143 പറയുന്നു, കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യൻ്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം. ആ ഭാവം അതിന് ചേർന്ന രീതിയിലുള്ള പ്രത്യുത്തരമാണ്. സ്വതന്ത്രമായ പ്രത്യുത്തരം എന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം നമ്മളത് അറിവോടെ പൂർണ്ണ മനസ്സോടെ എടുക്കുന്ന ഏറ്റവും നന്മയാണെന്നറിഞ്ഞിരിക്കുന്ന പ്രത്യുത്തരത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകില്ല. വിട്ടുപോയാൽ തന്നെ നമുക്കതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ കുറേ സത്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട പോലെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം ദൈവം നമ്മളെ നമ്മുടെ ഏതൊരവസ്ഥയിലാണെങ്കിൽ സ്നേഹിക്കുന്നുവെന്നും രണ്ടാമത് നമ്മൾ പാപികളാണെന്നും എന്നാൽ കർത്താവ് ഈശോ മിശിഹാ നമ്മളെ കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞ് ഉയർത്ത എല്ലാ കാര്യങ്ങളും കടം വീട്ടിയതാണെന്നും നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുമ്പോൾ ആ സത്യത്തിനോട് നമ്മൾ പ്രത്യുത്തരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതങ്ങനെ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. അതുതന്നെ ആ വിശ്വാസത്തിൻ്റെ ജീവിതം, ഇപ്പം നമുക്കറിയാം ഡാനിയേൽ പുണ്യത്തിലച്ഛനൊക്കെ വളരെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ബൈബിളിൻ്റെ പറഞ്ഞാൽ ഒറിജിനൽ ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്ത് പറയുന്നുണ്ട്. അതായത് വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ എന്തെങ്കിലും വിശ്വസിച്ചു എന്നുള്ളതല്ല, ഓരോ നിമിഷവും ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുന്ന ജീവിതം. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് ഞാനിങ്ങനെ പള്ളിയിലിരുന്നപ്പം എനിക്ക് പെട്ടെന്നൊരു ബോധ്യം തന്നതായിരുന്നു കേട്ടോ. അബ്രാഹാത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം നമ്മൾ പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, അത് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, അത് ജീവിക്കുന്നവർ, ഇന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ജീവിക്കുന്നവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വെറുതെ ജീവിക്കുന്നതെന്നല്ല. എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശ്വാസം ജീവിക്കണം. എന്നെ വിശ്വാസം ജീവിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ദൈവമായി ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസം ജീവിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവപുത്രൻ എങ്ങനെയാണ്? ആദ്യമായിട്ട് തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്ന്, അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടവരാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനകത്ത് നമ്മളിത് ഓൾറെഡി കണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് ഉറച്ചു വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിന് അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രത്യുത്തരം വരുന്നത്, അല്ലേ? നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളിലും വിശ്വാസമുണ്ടെങ്കിലും നമ്മുടെ ഉറപ്പനുസരിച്ചിട്ടാണ് നമ്മൾ അതിനകത്തൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്രത്യുത്തരം കൊടുക്കുക. വിശ്വാസം എവിടെ നിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്, റോമ 10:17 പറയുന്നത്. അപ്പോൾ നമുക്ക് നിരന്തരം നമ്മളിതൊരു യാത്രയായിട്ട് കണ്ടുകൊണ്ടുകഴിഞ്ഞ്, ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ മിസ്സിയ കോഴ്സൊക്കെ ആദ്യം കൂടിയപ്പം ഇതൊക്കെ കേൾക്കുമ്പം ഒന്നാമത് പകുതി ഉറക്കമാണ്, രണ്ടാമത് ഇതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു, മറ്റേ ഏതോ സിനിമയിൽ ഒരാൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ പോലെ ഏതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നൊരു ആളാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ പ്രൊക്ലമേഷൻ കേൾക്കുമ്പോൾ അങ്ങനെ കാതോർത്തിരിക്കും. എൻ്റെ ആത്മാവ് വിശ്വാസം കൂടാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും എൻ്റെ വിശ്വാസം ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു എക്സാമ്പിൾ പറയുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം അറിയാമല്ലോ നമുക്ക്. പത്രോസ് പെന്തക്കോസ്ത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് ആദ്യം പറയുകയാണ്, അത്രയും പേരുടെ അടുത്ത് ഈശോയുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പ്രസംഗിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസമില്ലാത്ത അവർക്കങ്ങോട്ട് വിശ്വാസം ആത്മാവിൽ ഉണ്ടായിട്ട് അവർ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ വിശ്വാസം എങ്ങനെ വന്നു കണ്ടു, അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാവാത്മകമായ ഒരു വികാരം നമ്മൾ കാണുന്നത് എന്താണ്? ഹൃദയം നുറുങ്ങി. അവിടെ ഒരു അനുതാപമുണ്ട്. ആ അനുതാപം എന്തുകൊണ്ടാണ്? അവിടെയാണ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അവിടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ അനുതാപം ഉണ്ടാകുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 4 കുട്ടികളുണ്ട്. അതിനകത്ത് ഒരു കുട്ടിയെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും അത്ര വിശ്വാസമില്ലാതെ, പിന്നീടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ ശരിക്കും അറിയുക. കുറേ ദൈവാന്വേഷണത്തിൽ കൂടെ പോയെങ്കിലും അവസാനം യേശുവിനെ അറിഞ്ഞൊക്കെ വന്നത് ഈ കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷമാണ്. 2 പേരുണ്ടായതിനു ശേഷം. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ പറയുന്ന ഒരു കൃപ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആവട്ടെ. എന്നെ ശ്രമിക്കുന്ന ചെറിയ പിള്ളേർക്കൊക്കെ നിങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹീതരാണ്. ശരിക്കും പറയുകയാണ്, നിങ്ങൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ
ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ മക്കൾക്കൊക്കെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് അലർജി, എസ്യം, അങ്ങനെ ഇങ്ങനെ എല്ലാം. പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അനുസരണമാണ്. അവനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുകയില്ല, ബാക്കി എല്ലായിടത്തും എവിടെ വേണേലും പോയിരുന്നോളൂ, ഇവിടെ ഇരിക്കുകയില്ല. അത്രയ്ക്ക് നല്ല അനുസരണമുള്ളൊരു കൊച്ചാണ്. അപ്പം അവനോട് രാവിലെ ഒന്ന് ഹഗ് ചെയ്യാൻ പറഞ്ഞാൽ ഹഗ്ഗിങ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും അമ്മ പറയൂ, നിങ്ങൾ രണ്ടുപേരോട് എനിക്ക് പേടിയാണ്, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര അടിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ കാറ്റക്കിസം പഠിപ്പിക്കുന്ന അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവനെ മര്യാദയ്ക്ക് നിർത്തിയില്ല. കാരണം സാക്ഷ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇവനെ നോക്കിയിട്ടാണ് ആൾക്കാരും പലരും നമ്മുടെ ഒരു വിശ്വാസത്തിന് തരം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവനെ കൂടുതൽ ഞാൻ മര്യാദ പഠിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ഇതുപോലെ മിസ്സിയോ ഒക്കെ കോഴ്സ് ഞാൻ കൂടി, താമസിച്ചുള്ള ഒരു മിസ്സിയോ കോഴ്സൊക്കെ കൂടി, പരിസരാഭിഷേകമൊക്കെ കിട്ടി, ബോധ്യങ്ങളായി. അങ്ങനെ ഞാൻ കാറ്റക്കിസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റക്കിസം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാണ്. അതിനകത്ത് ക്ഷമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കർത്താവ് ഇതുപോലെ ഓൺലൈനാണ്, അന്ന് കൊറോണ സമയമാണ്. കർത്താവ് ഇങ്ങനെ പറയുക, നീ ക്ഷമയുടെ കാര്യം പഠിപ്പിക്കുന്നുണ്ട്, നീ ക്ഷമിക്കുന്നുണ്ടോ കുട്ടിയുടെ അടുത്ത്? മനസ്സിലായ കാര്യം. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാനിവിടെ മുട്ട വീണ തമ്പുരാനെ സോറി എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവം കാണിച്ചു തന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കർത്താവ് ഈശോ മിശിഹ എൻ്റെ പാപത്തിനും അവൻ്റെ പാപത്തിനും എല്ലാം അനന്തമായ സ്നേഹത്തിൽ ഇങ്ങനെ കുരിശിൽ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ അന്നാണ് എനിക്കൊരു ബോധ്യം കിട്ടിയത്. ഞാൻ അത്രയും നാളും വിചാരിച്ചിരുന്ന റോമാക്കാരുടെ ഈശോയെ അടിക്കുന്നു എന്നുള്ള. അന്ന് എനിക്ക് മനസ്സിലായി, ശരിക്കും എൻ്റെ കൈയൊക്കെ പൊങ്ങി വന്ന ചാട്ടയെ പിടിച്ച് ഞാൻ മനസ്സിലായി എൻ്റെ പാപം കൊണ്ട് ഞാനാണ് ഈശോയെ അടിക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ആ ചാട്ട ഇങ്ങനെ താഴ്ത്തി തമ്പുരാനെ ഞാൻ പറഞ്ഞു, തമ്പുരാൻ ഇത്രയും നാൾ പറ്റി. തമ്പുരാനെ സ്നേഹം ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഇനി ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഉപദ്രവിക്കുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ബലഹീനനാണെന്ന് പറഞ്ഞു. ബാക്കി ഞാനത് മുന്നിലേക്ക് വരുമ്പോഴത്തേന് അത് തന്നെ പിന്നീട് എന്താ സംഭവിച്ചതെന്നുള്ളൂടെ പറയാം. അപ്പോൾ ഞാനത് അങ്ങനെ ബലഹീനനാണെന്ന് പറഞ്ഞ് ഒരു ഹൃദയ നുറുക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് മനുഷ്യകുലം പാപത്തിൽ മരിച്ചവരാണ്. യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മരിക്കുന്നവനാണ്. അപ്പോൾ ആ മരിച്ച യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. അതായത് ഈശോയുടെ മരണത്തിനോട് നമ്മൾ ഐക്യപ്പെട്ടുകൊണ്ട്, അതായത് ജ്ഞാനസ്നാനത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് നമ്മൾ പാപത്തിൽ മരിച്ചവർ ഇനി ആ പാപത്തെ ജയിച്ചവനിലേക്ക് നമ്മൾ ഐക്യപ്പെട്ട് മരിക്കണം. അപ്പോൾ അവനിൽ മരിച്ചു കഴിയുമ്പോൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. പാപത്തെ ജയിച്ചവൻ്റെ മരണത്തോട് താരതമ്യപ്പെടുന്നതാണ് അനുതാപം. കഴിഞ്ഞ് ഞാനൊരു ജേവയുടെ ക്ലാസ്, ഒരു മാനുഷിക ലൈംഗിക, അത് ഇച്ചിരി എനിക്കൊന്ന് ആത്മാവിൽ നിറഞ്ഞ് മാത്രം എടുക്കേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ കുറേ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി ഇങ്ങനെ ചെല്ലുമ്പം ദൈവം കാണിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, അയാൾ പാപത്തിൽ വന്ന് നിലത്തേക്ക് വീഴുന്നു. അവൻ മരിച്ച ഒരവസ്ഥയാണ്, നിലത്ത് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ക്ലാസ്സിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഇവനെ എഴുന്നേൽപ്പിക്കാൻ എന്താണ്, ശക്തനായ ഒരു വ്യക്തി ഇവൻ വീണ പോലെ തന്നെ നിലത്ത് വീഴണം. അപ്പോൾ അടുത്തയാൾ അവനെപ്പോലെ നിലത്ത് വീണു, യേശുക്രിസ്തു നിലത്ത് വീണ് മരിച്ചു കിടക്കുകയാണ്. എന്നാലും യേശുക്രിസ്തു എഴുന്നേറ്റ് പോന്നാൽ ഇവൻ ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല. പക്ഷേ എപ്പോഴാണ് വ്യത്യാസം ഉണ്ടാകുക? ഇവൻ യേശുക്രിസ്തുവായിട്ട് ജ്ഞാനസ്നാനത്തോടെ ഐക്യപ്പെടുക. അതായത് യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ മുകളിലേക്ക് ഇവനൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഒരു കൈവച്ച് കിടക്കുന്ന ഐക്യത്തിൽ നിന്ന് യേശുക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ അവരും എഴുന്നേറ്റ് വരും. അങ്ങനെ പാപത്തിനെ ജയിച്ചവൻ്റെ മരണത്തോട് നമ്മൾ താരതമ്യപ്പെട്ട് അനുദപിക്കുകയാണ്. അതായത് ഈ ഒരു കേസിൽ നമ്മുടെ പാപങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് യേശു ക്രിസ്തുവിനോട് നമ്മൾ ഒന്നായി ചേർന്നുകൊണ്ട്, നമ്മുടെ വിശ്വാസത്തിൽ ഒന്നായി ചേർന്ന് നിൽക്കുമ്പോൾ യേശു ക്രിസ്തു കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പോലെ നമുക്കും ആ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. അപ്പോൾ നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിപ്പിക്കപ്പെട്ടിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമ 6:6 പറഞ്ഞു. അത് കുറേ കൂടെ ഇപ്പോൾ മുമ്പത്തെ ഞാൻ പറഞ്ഞ ആ കഥ, ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിരുന്നു. ഇത് ഏകദേശം ഇങ്ങനെ ഒരു സീനാണ്. അതായത് ഞാൻ എൻ്റെ പാപവും ബുദ്ധിമുട്ടുകൾ കൊണ്ടെല്ലാം കുരിശിൽ കിടക്കുന്ന പോലെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ആ കുരിശൊന്ന് ടേൺ ചെയ്തിട്ട് എനിക്ക് വെട്ടേണ്ട അടിയും എല്ലാ കാര്യങ്ങളും ഈശോ കുരിശിൽ മരിച്ച് സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ നോ ലോങ്ങർ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഗലാഷ്യൻസ് 2:2 പറയും. ഇത് എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ ആ എക്സാമ്പിളിൽ തന്നെ ഇങ്ങനെ ഒരു അനുതാപത്തിന് ഈ ഒരെണ്ണം ഒരു ഈശോ കുരിശിൽ മരിക്കുന്നത് ആ ബോധ്യത്തിൽ വന്നപ്പോൾ ഞാൻ ഈശോയെ സോറി എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ബലഹീനത അവിടെ പറയുന്നു, തമ്പുരാനോട് കൃപ ചോദിക്കുന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിയുമ്പോൾ ശരിക്കും അതിപ്പം പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അത് ഞാൻ പറയാം എന്തുകൊണ്ടാണെന്നുള്ളത്.
ആ വ്യക്തി, ആ കൊച്ച് ടോട്ടലി മാറി പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ. ഒരു ഉപദേശം ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം കൊണ്ട് അവൻ 80% 90% ഹീലായി. അവൻ്റെ ബന്ധങ്ങൾ ഹീലായി, കാര്യങ്ങൾ ഹീലായി. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, അവൻ ഇത്രയും പീഡനം നൽകിയത് എൻ്റെ അനുതാപത്തിൻ്റെ കുറവായിരുന്നല്ലോ എന്ന് ആലോചിക്കുക. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ആ കാര്യം പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരിക്കുക. ഇനി അവൻ്റെ മരണത്തിന് സാദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവനൻ്റെ സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിൽ അവനോട് ഐക്യപ്പെട്ടവരായി. റോമ 6 ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന ആ നിലത്ത് വീണിട്ട് എഴുന്നേൽക്കുന്ന കേസും എൻ്റെ കേസിൽ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുകൊണ്ട് ആ മരണത്തോട് ഞാൻ എൻ്റെ പാപങ്ങൾക്ക് അവൻ മരിച്ചു എന്നുള്ള ബോധ്യത്തോടെ ഞാൻ ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഈശോ കുരിശിൽ മരിച്ച് എന്തെല്ലാം പാപത്തിന് എൻ്റെ പാപങ്ങൾക്കെല്ലാം രക്ഷിച്ച് പുനരുദ്ധാനം വരുമ്പോൾ എനിക്ക് ഇപ്പം ഞാനിപ്പം ഇങ്ങനെ ആലോചിക്കുക, കുർബാനയ്ക്ക് പോകുമ്പോൾ, ഞാനിപ്പോൾ കുർബാനയ്ക്കൊക്കെ പോകുമ്പം എൻ്റെ എല്ലാ പാപത്തിൻ്റെയും പരിഹാരമാണല്ലോ ഈ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കുർബാന സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പാപത്തിൻ്റെയും പരിഹാരമായ യേശു ക്രിസ്തുവാണ് പുനരുദ്ധാനത്തിൽ നമുക്ക് ലഭിക്കുക. ഇത് വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളെ ഓർത്ത് അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇവനൊരു അടിച്ച് വൃത്തിയാക്കി പാപങ്ങൾ ഇല്ലാതാക്കുന്ന അവസ്ഥയെ പോലുമല്ല, ദൈവിക ജീവനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടൊന്ന് താഴെ വെച്ചിട്ട് ദൈവിക ജീവൻ സ്വീകരിക്കാൻ വേണ്ടി നമുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ പറഞ്ഞ പോലെ ബാങ്കിൽ പണം കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതിനെല്ലാം റെഡിയായിട്ട് എല്ലാം ദൈവം ചെയ്ത് കഴിയുമ്പം നമ്മളിതൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. അത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പറയാം. നമ്മൾ പാപത്തിൻ്റെ ആ ക്ലാസ്സിൽ നമ്മൾ കണ്ടതല്ലേ, നമ്മുടെ ബന്ധങ്ങൾ വഴിയാണ് നമ്മുടെ പാപം നമ്മുടെ എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലെന്നുള്ള അതിനകത്ത് കുറവ് വന്നു. അത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ആദ്യം വചനം വായിച്ചപ്പോഴത്തേക്കിന് ചേച്ചി പറഞ്ഞിരുന്നു, അതായത് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ യേശു നമുക്കെന്താണ്, പാപത്തോടെ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഐക്യം പോയി, മനുഷ്യരുടെ ആയിട്ടുള്ള സ്നേഹത്തിൻ്റെ ഐക്യം പോയി, മറ്റ് സഹജീവികളോട്, കാലാവസ്ഥയോട്, സഭാ സംവിധാനങ്ങളോട്, ഉപദ്രവിക്കുന്നവരോട്, ഇതിൽ നിന്നുള്ള എല്ലാ ഐക്യവും പോയി. അപ്പോൾ യേശു നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അനുരഞ്ജനം നേടിത്തരികയാണ്. അനുരഞ്ജനം നേടിത്തരുമ്പം ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ദൈവത്തിനോടുള്ള ഇതെനിക്ക് മിസ്സിയോയിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് അന്ന് അത് മനസ്സിലാകുന്നില്ലായിരുന്നു. നിങ്ങൾ അനുരഞ്ജനപ്പെട്ട് നിങ്ങൾ വിശദീകരിക്കട്ടെ വരുമ്പോൾ അതിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലാണ് നോക്കേണ്ടത്. ഞാൻ എപ്പോഴും പാപത്തിൻ്റെ ലെവലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ദൈവത്തോടുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്തേലും ഉണ്ട്, അല്ലെ മനുഷ്യരോട്, ഇപ്പോൾ എൻ്റെ അയലോക്കത്തുള്ള ഒരു മനുഷ്യനുമായിട്ട് എനിക്ക് എന്തേലും ബന്ധമുണ്ട്, ബന്ധത്തിലൊരു കുറവുണ്ട്. എന്തുകൊണ്ട് ദൈവം അതെങ്ങനെയാണ് എനിക്ക് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവം അനന്തമായിട്ട് സ്നേഹിക്കുന്ന അവനെ, അവൻ്റെ കുറവുകളോട് സ്നേഹിക്കുന്ന അവനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ അവൻ്റെ കുറവുകളല്ല പ്രശ്നം, എൻ്റെ എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. എന്താ പ്രശ്നം ദൈവത്തിനോട് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം കാണിച്ചു തരും നമ്മുടെ പാപാവസ്ഥ എന്താണെന്നുള്ളത്. അത് വളരെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സുവിശേഷം കേട്ടല്ലോ, ഈശോ അതിനെ കുരിശിൽ മരിച്ച് രക്ഷിച്ചുകൊണ്ട് പോയിട്ട് ശരിക്കും നമ്മൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം നേടിയാൽ മതി. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി നോക്കുക. അതുപോലെ പാപപരിഹാരം, നമ്മുടെ പാപങ്ങൾ ക്രമമായിട്ട് ഓർക്കുകയും ഓരോന്നായിട്ട് ഏറ്റുപറയുകയും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഓർക്കും, ഓരോന്നായിട്ട് ഏറ്റു പറഞ്ഞ് ഈശോയുടെ മുന്നിൽ ആ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്ന ഈശോയുടെ മുന്നിൽ നിന്ന് ആ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, തമ്പുരാനെ ഇനി ഞാൻ ചെയ്യുകയല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ എക്സസൈസ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ മടുത്ത് പോയി ഞാൻ തമ്പുരാനെ ഇത് എന്നെക്കൊണ്ട് വയ്യ, ഇതെല്ലാം കൂടെ പറയാം, അതുപോലെ ഉണ്ട്, പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഈശോയുടെ ഒരു മറുപടി ഇതാണ്, അത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവമേ ഇനി ഈ പരിപാടി വേണ്ട, ഞാൻ എൻ്റെ പാപകരമായ പാപമൊക്കെ ആയിട്ട് ഞാനങ്ങ് കുടിക്കോളാം, നീ ഇതുപോലെ കുരിശ് മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല, സോ ഞാനിങ്ങനെ എന്നുള്ള പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, എടാ പാപത്തിൽ ജീവിക്കുക, പാപം എന്നുള്ള ചെയ്യുക എന്നുള്ളത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിനകത്ത് കൈകടത്തുന്നില്ല. നിനക്ക് വേണ്ടി സ്നേഹത്തിൽ മരിക്കുക എന്നുള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ്, അതിനകത്ത് നിനക്ക് വേണ്ട എന്ന് പറയാൻ അവകാശമില്ല. പിന്നെ നമുക്കൊന്നും പറയാനില്ല ആ സ്നേഹത്തിൻ്റെ മുന്നിൽ. നീതീകരണം, കുറ്റബോധങ്ങൾ, ഇതും എനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കുമ്പസാരിച്ച് എല്ലാം ചെയ്ത്, എന്നാൽ പോലും ആ പഴയ ജീവിതം ഓർത്തിട്ട് ഇത് അങ്ങനെ ഇങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ നീതീകരിച്ചു എന്നുള്ളൊരു ബോധ്യം ശരിക്കും കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചിന്തകൾ മാറി. കഴിഞ്ഞ ദിവസം എന്നെ ദൈവം പഠിപ്പിച്ചു വരികയാണ്, നിന്നെ ചിന്തിക്കാൻ വേണ്ടിയല്ല, ഞാൻ ഒത്തിരി ചിന്തിക്കുന്നില്ല, നിന്നെ ചിന്തിക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ചിന്തകൾ മാറിയിട്ട് സ്നേഹം വരുന്നൊരവസ്ഥ, അങ്ങനെ ദൈവമക്കളുടെ ആ പാപഭാരം പോയി കഴിയുമ്പം, ലോകത്തിൻ്റെ ബന്ധനങ്ങൾ പോയി കഴിയുമ്പം ദൈവം നമുക്ക് നൽകുന്ന ബന്ധങ്ങളിലേക്ക് നമുക്ക് കടന്നു കയറാൻ പറ്റും. ഇപ്പോൾ എന്നെ പോലെ ഇതൊക്കെ ഈ സ്ലൈഡ് മൊത്തം എനിക്ക് വേണ്ടിയുള്ളതായിട്ടാണ് ഞാനിപ്പോഴും കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 വലിയ പാപങ്ങളൊന്നും ഇല്ലല്ലോ,
ഇപ്പോൾ വചനം പറയാം 1 യോഹന്നാൻ 1:8 നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയോ, അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാപമില്ല എന്ന് എപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നു ആ സമയത്തൊക്കെ നമ്മുടെ ഈ ബന്ധങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള സ്നേഹബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ പാപമുണ്ട്. നമ്മൾ പ്രവൃത്തികളിൽ മാത്രമല്ല, ബന്ധങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്നാൽ നമ്മൾ ഈ പാപങ്ങൾ കാണാൻ തന്നെ നമുക്ക് താല്പര്യമില്ല, അല്ലേ? പക്ഷെ എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ ഞങ്ങൾ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികൾ നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:5. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ പാപം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു അവസരമാണ് ശരിക്കും. അതെന്താണ്? സ്വർഗത്തിൻ്റെ കൃപ സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പാപിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അത്രയും നമ്മൾ കൈയടിച്ച് സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത്രയും കൃപ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. ആ കൃപയാണ് നമുക്കറിയാവുന്ന പോലെ ആ ദൈവിക കൃപയാണ് ദൈവം പിന്നീട് അതുപോലുള്ള ആൾക്കാരെ മാറ്റുവാൻ വേണ്ടിയിട്ട് ദൈവം ഉപയോഗിക്കുക. ഇനി ആത്മശോധനയ്ക്കായിട്ട് നമ്മുടെ നല്ല കുമ്പസാരത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ഈശോയുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഒരു കുമ്പസാരിക്കുകയാണ് നമ്മൾക്കിങ്ങനെ റെസ്പോൺസായിട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞ് ആ കൃപ മേടിക്കുന്ന എങ്ങനെയാണ്? കുമ്പസാരത്തിലാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ്? തന്നോട് തന്നെയുള്ളത്, പ്രപഞ്ചത്തോട്, മറ്റുള്ളവരോട്, കുടുംബം, സ്വന്തക്കാർ, സുഹൃത്തുക്കൾ, ഇവരോടെല്ലാം. ഞാനൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ, നമ്മൾ ഒരിക്കലും നമുക്കൊരു ദുഃഖം ഉണ്ടാകുന്ന ഞാൻ പറയരുത്. കാരണം അനുതാപത്തിൻ്റെ ഒരു ദുഃഖമുണ്ട്, അതറിയാലോ. അത് ദൈവിക ജീവൻ വചനത്തിൽ പറയുന്ന പോലെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു അനുതാപത്തിൻ്റെ ദുഃഖമുണ്ട്. അപ്പോൾ ആ ദുഃഖം നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന 1, 2, 3 കാര്യങ്ങൾക്ക് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ, കാരണം എൻ്റെ ബോധ്യത്തിൽ എനിക്കറിയാം എൻ്റെ പാപങ്ങളെല്ലാം കൂടെ കാണിച്ചു തന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കും. അതുകൊണ്ട് ദൈവം എന്നോട് കരുണയുള്ളവനായതുകൊണ്ട് 1, 2, 3 ഇങ്ങനെയാണ് ദൈവം നമുക്ക് കാണിച്ചു തരിക. ഇങ്ങനെ ഓരോ ബന്ധങ്ങളിലൊന്നും എടുത്തിട്ട് നമുക്ക് എവിടെയാണ് സ്നേഹത്തിൻ്റെ കുറവ്, എന്തുകൊണ്ടാണ് എനിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരും. ഇനി ആത്മശോധനയ്ക്കായിട്ട് നമുക്ക് ദൈവകൽപ്പനകൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു ദൈവകൽപ്പനകൾ അത് എങ്ങനെ ഫോളോ ചെയ്യും എന്താണ്. പക്ഷെ ഞാൻ അതിനകത്തുനിന്ന് ഒരു റിഫ്ലക്ഷൻ അവരോട് പറഞ്ഞു. പഴയ നിയമത്തിലെ ദൈവകൽപ്പനകൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമുക്ക് രക്ഷയ്ക്കായിട്ട് നമ്മളെ രക്ഷിച്ച് അനുതാപത്വ ശുശ്രൂഷ നൽകി കൃപയ്ക്കായിട്ട് വരുമ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന്, അതുപോലെ തന്നെ ഒരു മെഷർമെൻ്റാണ്. അതായത് ദൈവകൽപ്പനകൾ അതിൽ തന്നെ ഒരു പ്രവൃത്തിയിൽ വഴി നമുക്ക് രക്ഷയില്ല, മറിച്ചോ നമ്മുടെ എത്ര കണ്ട് സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നമ്മൾ നിൽക്കുന്നതെന്നറിയാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരു റിഫ്ലക്ഷനാണ് ദൈവകൽപ്പനകൾ. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇപ്പം മാതാപിതാവിനെ ബഹുമാനിക്കുന്നില്ല, അങ്ങനെയാണെന്ന് എന്തൊരു പ്രശ്നം വന്ന ഒരു കാര്യം വരും, അപ്പോൾ എനിക്കറിയാം എന്തോ ഒരു സ്നേഹത്തിന് കുറവുണ്ട്. ആ സ്നേഹത്തിൻ്റെ കുറവിനെ ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് കഴിയുമ്പം ആ പുതിയ ഏരിയയിൽ മുഴുവൻ എനിക്ക് ദൈവിക ജീവൻ നിറയും. തിരുസഭയുടെ കൽപ്പനകൾ ഞാൻ പറയും. ഇപ്പോൾ സീറോ മലബാർ വിശ്വാസികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല വിശ്വാസികളും അറിയാം വെള്ളിയാഴ്ച മാംസവർജനം പറയുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടല്ലോ, വെള്ളിയാഴ്ച എന്തിന് മാംസവർജനം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് എന്നിലുള്ള എന്തോ ഒരു പാപാവസ്ഥ കൊണ്ടാണ് ഞാനിത് മറുതലിക്കുന്നത്. അല്ല, തിരുസഭ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ മറുതലിക്കുന്നുണ്ടെങ്കിൽ എന്നിലുള്ള എന്തോ ഒരു പാപാവസ്ഥ കൊണ്ടാണ്. അതെന്താണ്? പക്ഷേ എപ്പോഴും ഗുഡ് ന്യൂസ് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഈശോ കുരിശു മരിച്ച രക്ഷ കൊണ്ട് നമ്മൾ പോയിട്ട് രക്ഷ സ്വീകരിച്ചാൽ മതി. ഇനി മൂലപാപങ്ങൾ, നിഗളം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, അസൂയ, മടി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതെല്ലാം മനുഷ്യരുള്ളതാണ്, ഏറ്റക്കുറച്ചിലോടെയുള്ളതാണ്. നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ജീവിതാവസ്ഥയിലുള്ള നമ്മുടെ കംപ്ലയിൻറ്റ്സ്, എന്തൊക്കെ കംപ്ലയിൻറ്റുകൾ നമ്മൾ പറയുന്നുണ്ടോ, ദൈവം അനുവദിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് പറയുമ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു പാപാവസ്ഥയുണ്ട്. ഇനി നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒരു തലവേദനയായിട്ട് കാണുന്നത് ഒഴിഞ്ഞു മാറുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതെല്ലാ ലിസ്റ്റുകളും നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെ കണ്ടുപിടിക്കുകയും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുക? അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുക, നല്ല കുമ്പസാരം നടത്തുക, എല്ലാ കടങ്ങളും എഴുത്തള്ളുക, അത് എല്ലാവരോടും നിരപരാധികൾ ക്ഷമിക്കുക. എന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു അയാളുടെ എല്ലാ പാപത്തിനും കുരിശ് മരിച്ച് അയാളെ രക്ഷിച്ചതാണ്. അയാളെ അനന്തമായിട്ട് സ്നേഹിക്കുന്നു. എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അതിനെല്ലാം ഈശോ കുരിശ് മരിച്ച് എന്നെയും രക്ഷിച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും കുരിശിൻ്റെ മുന്നിൽ നിൽക്കും. ഇറ്റ്സ് എ ഡൺ കേസ്, ഇറ്റ്സ് എ ഡൺ. അത് ഇല്ലാത്ത കാര്യവും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നടക്കുന്നത്.
അല്ലെങ്കിൽ അയാളെ എറിയാമെന്ന് പറയുന്ന ഒരു തീക്കട്ടയും പിടിച്ചിട്ട് ഞാൻ എൻ്റെ കൈയും പൊളിച്ച് നടക്കുന്നതാണ്. അയാളുമില്ല, അയാൾ രക്ഷപ്പെട്ട് സ്വർഗത്തിലും പോവും, ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നു. അപ്പം ഈ ഒരു സത്യം, യേശുക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് ഞാനും എനിക്ക് വെറുപ്പുള്ള ആൾക്കും അയാൾ ചെയ്ത കാര്യം എനിക്ക് കാര്യത്തിനും ഡൺ ഡീലാണെന്ന് അറിയുകയും രണ്ടുപേരും ദൈവം അനന്തമായിട്ട് സ്നേഹിച്ച് ഇനി ദൈവം ഈ രക്ഷ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അറിയുമ്പം പിന്നെ എനിക്ക് ക്ഷമിക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിയും വിവേകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കും, അല്ലേ? ഇനി രണ്ടാമത് നല്ല കുമ്പസാരം നടത്തുക. കാരണം അതൊരു വലിയൊരു, നിങ്ങൾക്കറിയാലോ, കുമ്പസാരം വലിയൊരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു കുമ്പസാര അഭിഷേകം സ്വീകരിക്കുക. അതിനകത്ത് മെഴുകുതിരി ഞാൻ ഇവിടുന്ന് നമ്മൾ വല്ലപ്പോഴും അല്ല, അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ. ഓരോ പ്രാവശ്യം ഞാൻ മെഴുകുതിരിയാണ് ലോകത്തിൻ്റെ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാധാരണ കുമ്പസാരക്കൂടിലായിരിക്കും, എന്നെ പോലുള്ളവർക്കൊക്കെ ശരിക്കും ഇച്ചിരി നല്ലൊരു എൻവയൺമെൻറ്റിലെ നല്ലപോലെ ഹൃദയം തുറക്കമുള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ അവിടെ ദൈവം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ചെന്ന് ആദ്യമേ കുമ്പസാരിക്കാൻ വേണ്ടി 2-3 പാപങ്ങളുമായിട്ട് അവിടെ ചെന്ന് പെട്ടെന്ന്, കാരണം ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് റെഡിയായി പിന്നെ വേണം അവിടെ എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ 3-4-5 പ്രാവശ്യം ഇപ്പോൾ പോയി. അപ്പം ഞാൻ സ്മാർട്ടായിട്ട് അതിനകത്ത് അറിയാം ഏതച്ഛനാണ് നമുക്ക് നല്ലപോലെ കിട്ടുക, കൗൺസിലിംഗ് കിട്ടുക. ഞാൻ ഇങ്ങനെ ഏതച്ഛൻ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ദൈവത്തോട് ചോദിച്ചു, സ്മാർട്ടായിട്ടുള്ള കാര്യമാണല്ലോ, ദൈവത്തിനോട് ചോദിച്ചാൽ മതിയല്ലോ ഇതിനകത്ത് ഏതച്ഛൻ്റെ അടുത്താണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ദൈവത്തിനോട് ചോദിച്ചത് ഏതച്ഛൻ്റെ അടുത്താണ് പോകുക. അപ്പോൾ തിരിച്ചൊരു മറുപടി എന്നോട് ചോദിക്കുന്നത്, ഇതിനകത്ത് ഏത് ഈശോയാണ് നല്ലത്? ആ ഒരു മറുപടിയിലൂടെ ഞാൻ ഏത് അച്ഛൻ്റെ അടുത്ത് പോകാൻ താല്പര്യമില്ലായിരുന്നു, ആ അച്ഛൻ്റെ അടുത്ത് പോവുകയും അപ്പോൾ പുതിയതായിട്ട് അവിടെ അച്ഛൻ വരികയും ഞാൻ അവിടെ നിന്ന് കുമ്പിട്ട് ഈ 3 പാവം സംസാരിക്കാൻ പോയ ഞാൻ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ജസ്റ്റ് കരഞ്ഞ്, അതാണ് അവിടുത്തെ ഒരു ഗ്രേസ് കേട്ടോ. കരഞ്ഞ് ദൈവം ഇതുവരെയായിട്ട് കാണിക്കാത്ത എല്ലാ പാവങ്ങളും കാണിച്ചു വരികയും ആ കുമ്പസാരിക്കുകയും അനുതാപത്തിലൂടെ കൃപ സ്വീകരിക്കുകയും ചെയ്തു. അപ്പം നല്ലൊരു കുമ്പസാരത്തിന് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ രക്ഷയുടെ വാതിലിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്, അല്ലേ? അങ്ങനെ വിശ്വസിച്ച് രക്ഷയിലേക്ക്. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമ 10:9. അപ്പോൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ഞാൻ ഈ പ്രൊക്ലമേഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, അതെ, യേശു കർത്താവാണെന്ന് അതരം പറയുമ്പോൾ 2 രീതി പറയാം. എനിക്കൊന്ന് കർത്താവാണെന്ന് പറയാം, രണ്ടാമത് എൻ്റെ പ്രത്യുത്തരമുണ്ട്, കർത്താവായ യേശുവെ, നിന്നെ ഞാൻ കുരിശിൽ മരിച്ച് ഈ പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആദരം കൊണ്ട് ഞാൻ ഏറ്റുപറയാണ് ഈ പാപങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. അതിനെനിക്കൊരു ഇച്ചിരി അനുതാപം വേണം, അല്ലേ? കുമ്പസാരക്കൂട്ടി പോയി ഏറ്റു പറയാൻ വേണ്ടിയിട്ട് കാര്യം സംഭവമാണ്, കരുണയാണ്, എല്ലാ കാര്യങ്ങളാണെങ്കിലും എനിക്കൊരു ഇച്ചിരി ഒരു വിശ്വാസം, ശരിക്കും ഒരു അനുതാപവും വേണം. അപ്പോൾ ആ അനുതാപത്തിൽ ഞാൻ എൻ്റെ ആദരം കൊണ്ട് അതായത് യേശു കർത്താവാണെന്ന് വേറെ തലത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയുകയും ചെയ്യും. നീ വിശ്വസിച്ച് മക്കളാകാൻ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവിടെ ദൈവമക്കളാകുവാൻ കഴിവായി. ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരികയാണ്. നമ്മൾ അങ്ങനെ ഒരു വിശ്വസിച്ച് നമ്മുടെ യാത്രയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഡോറ് വരുമ്പോഴത്തേക്കിന് യോഹന്നാൻ 3:16, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ആ നിത്യജീവൻ്റെ പ്രോമിസാണ് ദൈവം നൽകുന്ന. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:47. ഇത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ന് യേശു ക്രിസ്തു എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് വരുന്നതാണ് ഈ വിശ്വാസവും അനുതാപവും. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലാണെന്ന് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലത്തിലായിട്ട് നമ്മളെ അനുഭവിച്ചു കിട്ടുകയല്ലേ. അപ്പം നമ്മൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറയുവാനും അവൻ്റെ നാമത്തിൽ വിമോചനം നേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാൻ ചെറിയൊരു ദൈവനെ കാണിച്ചത് ഒരു ജയവയുടെ ഒരു കോഴ്സിൽ ഇരുന്നപ്പോഴത്തെ അനുതാപത്തിലെ കോഴ്സിൽ ഞാൻ മയങ്ങിപ്പോയപ്പോൾ എന്നെ കാണിച്ചൊരു കാര്യമാണ്. ഒരു പാപം എന്ന് പറയുന്നത്, നമുക്കൊരു പട്ട ഇവിടെ ഉണ്ടെന്ന്, ഇരുമ്പിൻ്റെ ഒരു കെട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുക, അതിനകത്തൊരു കൊളുത്തുമുണ്ട്. അപ്പോൾ ഞാനൊന്ന് സോറി ദൈവമേ എന്ന് പറഞ്ഞ് കൊളുത്ത് ഊരിക്കളഞ്ഞു. ഞാൻ കുമ്പസാരിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ ബലഹീനരായിട്ടിരിക്കുമ്പം വീണ്ടും ഈ കൊളുത്തിട്ട് അവൻ സാത്താൻ എന്നെ കൊണ്ടുപോകും. പക്ഷേ ശരിയായ അനുതാപത്തിൽ ഞാൻ ഈ പറഞ്ഞ ദൈവ സ്നേഹം കണ്ട് ഈശോയെ ഞാൻ കുരിശിൽ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിനെ വെറുത്തുപേക്ഷിക്കുകയാണ് ശരിയായത്. അത് വെറുത്തുപയോഗിക്കുമ്പോൾ ഈ കയ്യിലെ ആ ഇരുമ്പ് പട്ട പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നത്. അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ നിന്നുള്ള കൃപ സ്വീകരിച്ച് അതിനെ പൊട്ടിച്ച് കളയാണ്. പിന്നെ നമുക്ക് ആ പാപം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്പുരാൻ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുമ്പസാരിക്കുമ്പോൾ എത്ര പാപങ്ങളാണ്, ആ പാപങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
വിശ്വാസ പ്രത്യുത്തരം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് വളരെ സ്പഷ്ടമായിട്ട് സ്ലൈഡിന്റെ സഹായത്തോടു കൂടി നമുക്ക് വരച്ച് കാണിച്ചു തന്ന, അതോടൊപ്പം തന്നെ ജീവിതാനുഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തന്ന ജോജോയ്ക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഇനിയും തന്റെ ആ ഒരു വിശ്വാസ യാത്രയിൽ അനേകർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ഏതാനും അനൗൺസ്മെന്റുകളുണ്ട്. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജ് ആയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയോ എല്ലാവരും അവരവരുടെ സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 36 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി മലയാളത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ജൂൺ 15 മുതൽ 20 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9746917273 അല്ലെങ്കിൽ 7012574557 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746917273 എന്ന നമ്പറിലോ 7012574557 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മെയ് മാസം 18-ാം തീയതി മുതൽ, അതായത് അടുത്ത തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ 23-ാം തീയതി വരെ മിസിയോ ഭവനിൽ വെച്ച് ഇംഗ്ലീഷിൽ ഉള്ള മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 9061954230 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നടത്തപ്പെടുന്ന കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. ജൂൺ മാസം 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെ തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപമുള്ള സേവേഴ്സ് ഹോമിൽ വെച്ചിട്ട് മലയാളത്തിലുള്ള മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് കോർഡിനേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. തൊടുപുഴയും പരിസരങ്ങളിലുമുള്ളവർക്ക് എല്ലാ ദിവസവും വന്നു പോകുന്ന രീതിയിലാണ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെ മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ അനുവാദത്തോടു കൂടി സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ ടീം ഇപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ കേരളത്തിനകത്തോ പുറത്തോ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ കോഴ്സ് കണ്ടക്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ മിസിയോ റിസോഴ്സ് ടീമുമായിട്ട് ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷൻ ആണ് എന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കുവാനായിട്ട് പരിശ്രമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാത് ഗ്രൂപ്പ് മെന്റേഴ്സിനെ അറിയിക്കാവുന്നതാണ്. മിസിയോയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് മിസിയോയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് മെന്റേഴ്സിനെ അറിയിക്കാവുന്നതാണ്. അനോണിമസ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്ന് പണസംബന്ധമായ ഒരു കാര്യത്തിനും ആരും നിങ്ങളെ വിളിക്കുകയില്ല. അതുകൊണ്ട് അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ വൈൻഡപ്പ് സെഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ AJ അഗസ്റ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ജോജി. നാം കഴിഞ്ഞ ഏതാണ്ട് 40ഓളം മിനിറ്റുകള് ജെസി മാത്യുവിന്റെയും ലതാ ഷാജിയുടെയും ഏറ്റവും അവസാനം ജോജോയുടെയും വിശ്വാസ പ്രത്യുത്തരത്തെ പറ്റിയുള്ള മനോഹരമായിട്ടുള്ള പ്രൊക്ലമേഷനും അനുഭവ സാക്ഷ്യവും അതുപോലെ സ്ലൈഡ് ഉപയോഗിച്ച് ജോജോയുടെ ആ സെഷനും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായി. എങ്കിലും വളരെ ചെറിയ വാക്കുകളിൽ സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു.
ഇനി നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, പ്രത്യുത്തരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കടങ്ങൾക്ക് വേണ്ടി പാപം ചെയ്യാത്തവൻ പാപമായി നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ഉദ്ധിതനാവുകയും സ്വർഗത്തിലേക്ക് കരേറി പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായി നമ്മുടെ എല്ലാം മിശിഹ ആയി എന്നുള്ള ആ വലിയ സത്യം, അങ്ങനെ നമുക്ക് നേടിത്തന്ന ആ രക്ഷ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം എന്ന് വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളുടെ സഹായത്തോടെ ഇവർ 3 പേരും നമ്മോട് വളരെ ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. അവനെ കർത്താവും രക്ഷകനുമായിട്ട് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അധരം കൊണ്ടത് ഏറ്റുപറയുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ വിശ്വാസം എന്നത് അനുതപിച്ച് അവനെ ഏറ്റുപറയുക എന്നുള്ളതാണ്. അതിന് നമ്മോട് പറയുകയാണ്, സഭയാകുന്ന ആ വലിയ ബാങ്കില് നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. അത് സ്ലീഹന്മാർക്ക് ഈശോ പകർന്നു കൊടുത്ത വലിയ ഒരു സിദ്ധിയാണ്. നിങ്ങൾ ക്ഷമിക്കുന്നതെല്ലാം, ഭൂമിയിൽ ക്ഷമിക്കുന്നതെല്ലാം സ്വർഗത്തിലും ക്ഷമിക്കും, നിങ്ങൾ തടസ്സപ്പെടുത്തുന്നതൊക്കെ സ്വർഗത്തിലും തടസ്സപ്പെടുത്തുമെന്ന്. ഇന്ന് സഭയില് പുരോഹിതർക്കാണ് ആ അപ്പസ്തോല പാരമ്പര്യം അനുസരിച്ച് ഈ വലിയ സിദ്ധി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ ദൈവത്തോട് നേരിട്ട് സംസാരിച്ച് നേരിട്ടേറ്റു പറഞ്ഞ് എൻ്റെ പാപങ്ങളെയൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ, പിന്നെ എന്തിന് ഞാനൊരു പുരോഹിതന്റെ അടുത്ത് പോയി ഇതൊക്കെ പറഞ്ഞ് പാപമോചനം നേടണമെന്ന് ഒരു സംശയം എങ്ങാനും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത് ഈശോ സ്ഥാപിച്ച വളരെ മനോഹരമായ ആ കുദാശയുടെ അനുഭവമാണ്. ജോജോ എത്ര മനോഹരമായിട്ടാണ് ഓരോ കുംഭസാരത്തിന്റെയും ഏതൊക്കെ തരത്തിലുള്ള നമ്മുടെ ബന്ധങ്ങൾ വിട്ടുപോയി എന്നുള്ളത്, അതുപോലെ അത് ഏറ്റുപറയുമ്പോൾ നമുക്ക് അനുതാപം ഉണ്ടാവണമെന്നും ഒരു ദുഃഖം ഉണ്ടാവണമെന്നും ഒക്കെ പറഞ്ഞത് എന്ന് നിങ്ങൾ ഒന്നുകൂടെ ഓർക്കുക. നമുക്ക് ഈ ആഴ്ചയില് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, നിരുപാധികം ക്ഷമിക്കുക. ക്ഷമ ചോദിക്കാനുള്ളവരോടൊക്കെ നമ്മളും ക്ഷമ ചോദിക്കുക. അങ്ങനെ നമുക്ക് നേടിത്തന്ന ആ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് ഒരു നല്ല കുമ്പസാരം നടത്തുക. ആ കുമ്പസാരത്തിന് ഒരുങ്ങേണ്ടത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്ന് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പ്രഘോഷണത്തിലും സ്ലൈഡ് പ്രസന്റേഷനിലും നമ്മുടെ ബന്ധങ്ങള്, അതിലൂടെ ദൈവം നമുക്ക് സാധ്യമാക്കി തന്ന അനുരഞ്ജനത്തിലേക്കാണ് പോകുന്നത്. ആ ബന്ധങ്ങളുടെ എല്ലാം വിളക്കിച്ചേർക്കൽ കഴിയുമ്പോഴേ നമ്മുടെ പാപങ്ങളുടെയൊക്കെ പരിഹാരം അവിടെ നടക്കുന്നു. ആ പാപപരിഹാരം കിട്ടിയപ്പോഴ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്കാണ് ഓരോ കുമ്പസാരവും നമ്മളെ എത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ, ഒന്ന് വേഗം ഓർത്താൽ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എനിക്ക് നേടിത്തന്ന ആ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് ഞാൻ ഈ ആഴ്ചയില് അനുതപിച്ച് അവനോട് അധരം കൊണ്ട് ഏറ്റുപറയുന്നത് അവന്റെ വിശ്വാസത്തെ, അവനിൽ വിശ്വസിക്കുന്നുവെന്ന് മാത്രമല്ല, അവനോട് അനുരൂപപ്പെടുവാനായിട്ട്, അവനെ പോലെ തന്നെ നിർമ്മലമായുള്ളൊരു ഹൃദയത്തിന്റെ ഉടമയാകുവാനായിട്ട്, അങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്ത് അവന്റെ അകൃപകളും സന്തോഷവും എല്ലാം വാങ്ങാൻ പറ്റുകയുള്ളൂ. നമ്മൾ ധ്യാന കൂടാരങ്ങളിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. വലിയ ഘനവുമായിട്ട്, പാപത്തിന്റെ ഘനവുമായിട്ട് വന്ന് ഹൃദയം തുറന്ന് മണിക്കൂറുകൾ ഇരുന്ന് ചിന്തിച്ച് ഓർത്തെടുത്ത പാപങ്ങള്, ജനിച്ചപ്പോ മുതല് പറയാതിരുന്നതോ പറയാൻ മറന്നുപോയതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധ്യാന ഗുരുക്കന്മാര് നമുക്ക്
അതിന്റെ രീതികൾ പറഞ്ഞു തരുമ്പോൾ എഴുതി വെച്ച് ഒരു പുരോഹിതന്റെ അടുക്കൽ വളരെ എളിമയോടുകൂടി ജോജോ ചോദിച്ചതുപോലെ ഏത് അച്ഛന്റെ അടുക്കലാണ് പോകേണ്ടതെന്ന് സംശയമൊന്നും വേണ്ട. എല്ലാവരും നമ്മൾ ഓർത്തിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും ആ പുരോഹിതനല്ല അവിടെ ഇരിക്കുന്നത്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത യേശു തന്നെയാണ്. അതുകൊണ്ട് ആ പുരോഹിതനടുക്കൽ അത് ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ ആഴ്ചയില്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആരോടെങ്കിലും ഒക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിക്കാനും, നമുക്ക് ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ക്ഷമയും ചോദിച്ച് ആ സ്വർഗീയ സമ്മാനം നമുക്ക് നേടിയെടുക്കാം. നമുക്ക് തന്ന രക്ഷ സ്വന്തമാക്കുവാൻ ഇതല്ലാതെ നമ്മൾ വേറെ ഒന്നും തൽക്കാലം ചെയ്യേണ്ടതില്ല. നമുക്ക് 2 പ്രത്യുത്തരമുണ്ട്. ആദ്യത്തെ പ്രത്യുത്തരം അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണെന്നും ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ അനുതാപവും അവനോടുള്ള ഒരു ഉൾച്ചേരലുമാണ് വേണ്ടത്. അതിന് നല്ലൊരു കുമ്പസാരമാണ് നമുക്ക് ഇന്ന് സഭ തന്നിരിക്കുന്ന സമ്മാനമെന്നും ആ സമ്മാനം നേടാനായിട്ട് ഒന്ന് നന്നായി ഒരുങ്ങി തമ്പുരാന്റെ അടുക്കൽ അനുദപിച്ച് ആ ഹൃദയം നിറങ്ങി. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37-39 അവർ ചോദിക്കുന്നുണ്ട്, സഹോദരൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പത്രോസ് ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞത് ഒറ്റ കാര്യമാണ്, നിങ്ങൾ അനുദപിക്കുക, യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക. നമ്മളോട് ഇന്ന് പറയുന്നത്, നീയും അനുദപിക്കുക, നീ എന്നോട് ഒന്നാവാൻ വേണ്ടി എല്ലാം എന്നോട് ഏറ്റുപറഞ്ഞ് എന്റെ പ്രതിപുരുഷനായിട്ട് ആ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന പുരോഹിതനോട്, അതിന് അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനോട് പറഞ്ഞ് നീ എന്നിൽ നിന്ന് അതെല്ലാം, ഞാനെല്ലാം നേരത്തെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തതാണ്. നമ്മൾ പല ദിവസങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ബാങ്കിൽ പൈസ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള കടക്കാരനെ കടം വിടുന്നില്ല. ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുകയും, ജസ്റ്റ് നമ്മളോട് പറഞ്ഞു, ഒന്നുകിൽ ചെക്ക് എഴുതി ബാങ്കിൽ നിന്ന് അത് അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ATM കാർഡ് ഇട്ട് നമ്മൾ ആ പൈസ എടുത്ത് നമുക്ക് കടം വീട്ടാനുള്ള ആളിന് കൊടുക്കാതെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് കടം വീട്ടാത്തതുപോലെ സഭ തരുന്ന ഈ വലിയ ബാങ്ക് നിക്ഷേപം ആ സഭ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെക്കെന്നോ അല്ലെങ്കിൽ ATM കാർഡെന്നോ പറയുന്നത് പോലെ അവിടെ പോയി പറഞ്ഞ് മേടിച്ച് ഈ ഒരാഴ്ചയിലെ നമ്മൾ ആ അനുതാപത്തിലൂടെ ആ ദൈവവുമായിട്ട് അനുരൂപപ്പെടാനായിട്ട് നല്ലൊരു കുമ്പസാരം കഴിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മനോഹരമാക്കുന്ന ദൈവത്തിനും ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വൈൻഡപ്പ് സെഷൻ അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് അലക്സൻ സാറ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ നമ്മൾ കേട്ട കാര്യങ്ങള് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കാച്ചിക്കുറുക്കി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വ്യക്തമാക്കി തന്ന ഡോക്ടർ ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അടുത്തതായി സമാപന ആശീർവാദത്തിനായിട്ടും സന്ദേശത്തിനായിട്ടും ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് സക്രിയാസ് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മള് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുന്ന നിത്യസത്യത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം 7 നിത്യസത്യങ്ങളില് 4ാമത്തെ നിത്യസത്യത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ഈ നിത്യസത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിലെ പ്രൊക്ലമേഷനിലും സ്ലൈഡ് പ്രസന്റേഷനിലും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ദൈവം ഓൾറെഡി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. ദൈവം നമുക്ക് രക്ഷ പ്രിപ്പയർഡ് ആണ്. നമ്മൾ ആ രക്ഷയിൽ നിന്ന് ആക്കുക, അതിനായിട്ടുള്ള വിവിധ വഴികൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു മണിക്കൂർ നേരം മുഴുവനായിട്ട് നമുക്ക് പല ഇതിലൂടെ പല സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും ഒക്കെ നമുക്ക് പറഞ്ഞു നൽകിയത് അതാണ്. അപ്പൊ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയ അല്ലെങ്കിൽ ഒരു തിരുവചന ഭാഗം എന്ന് പറയുന്നത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 6ാം അധ്യായത്തിലെ ഏശയ്യായുടെ ദൗത്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ്. ഏശയ്യായുടെ ദൗത്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെ ഏശയ്യാ ഒരു ദർശനത്തിൽ കാണുകയാണ്, ദൈവം
ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. അപ്പൊ അവിടെ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവിടെ ആ ഒരു ദൈവത്തിന്റെ ഒരു അവസ്ഥയില്, ദൈവമായിരിക്കുന്ന സ്വർഗത്തിന്റെ അവസ്ഥയില് വളരെ വലിയ ഒരു അനുഭവത്തിൽ ആയിരിക്കുമ്പോൾ സെറാഫുകൾ ഒത്തിരിയേറെ നിറഞ്ഞു നിന്ന് അവിടെ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നതായിട്ടും, അവിടെ ആ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ ഏസയായി ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്ന് ഏസയ പറയുമ്പോൾ, അവിടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരു പാപബോധത്തിന്റെ അവസ്ഥയാണ് ഏസയ അല്ലെങ്കിൽ ഏസയ ചിന്തിക്കുന്നത്. ഈ പാപബോധത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ്. എന്നാൽ സെറാഫുകളിൽ ഒരാള് ബലിപീഠത്തിൽ നിന്ന് കൊണ്ടിക്കൊണ്ടെടുത്ത തീക്കനലുമായിട്ട് അടുത്തേക്ക് പറന്നു വന്നു. ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു പ്രത്യേകമായിട്ട് ഏസയുടെ പാപത്തിന്റെ അവസ്ഥ മാറ്റിക്കളയുന്ന ഒരു ദൈവത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു ദൈവദൂതനെയാണ് നമ്മൾ കാണുക. തുടർന്ന് കർത്താവ് ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ അയച്ചാലും എന്ന് പറഞ്ഞ് ഏസയുടെ ഒരു ദൗത്യം നമ്മൾ കാണുക. നമ്മൾ ഈ നിത്യസത്യങ്ങൾക്ക് ശേഷം തുടർന്ന് നമ്മൾ പറയുക, ഈ ഒരു രക്ഷ നമ്മൾ അനുഭവിക്കാനായിട്ട് പോകുന്ന ഈ പാപമോചനം സ്വീകരിച്ച് അനുതാപത്തിലൂടെ, ഉത്തമമായ അനുതാപത്തിലൂടെ, കുമ്പസാരത്തിലൂടെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പോകുന്ന ഈ രക്ഷയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യമെന്നാണ് നമ്മൾ പിന്നീട് പറഞ്ഞു വെക്കാനായിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ രക്ഷ അനുഭവിക്കുന്നത് ഇപ്രകാരം ദൈവിക സന്നിധിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. വലിയ ഭക്ഷണപാനീയം അല്ലെങ്കിൽ ഭക്ഷണാർത്ഥം ഒരുക്കി വെക്കുമ്പോൾ അത് പോയി ഭക്ഷിച്ച് നുകരുക എന്ന് പറയുന്നത് കടമയാണ്. അല്ലെങ്കിൽ നമ്മൾ പോയി എടുത്ത് ഭക്ഷിക്കുമ്പോൾ മാത്രമേ തുടർന്ന് അതിന്റെ രുചി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് രക്ഷയും ഒരുക്കപ്പെട്ടതാണ്. ആ ഒരു രക്ഷയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാനായിട്ട് അതിന് വിവിധങ്ങളായ വഴികളിലൂടെ ദൈവം നമ്മെ നയിക്കുന്നുമുണ്ടാവാം. ഈ ഒരു നമ്മൾ ഈ ടെസ്റ്റിമണി ലതിക ചേച്ചിയുടെ ടെസ്റ്റിമണി കേട്ടപ്പോൾ അതിൽ നമ്മൾ കണ്ടതും ഇപ്രകാരം തന്നെയായിരുന്നു. ചേച്ചിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവം ഇറങ്ങി വന്നതെന്നും പ്രവർത്തിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷയിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയുള്ള പല പല നിമിത്തങ്ങളും പല പല വെളിപ്പെടുത്തലുകളും ദൈവം തരും. നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ദൈവം ഇത് കാലാകാലങ്ങളായിട്ട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളോടുള്ള ഭാവാത്മകവും സ്വതന്ത്രവുമായ ഒരു പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും ഈ രക്ഷ സ്വായത്തമാക്കുന്നതിന് വേണ്ടി ദൈവം തീർച്ചയായിട്ടും പല പല സൂചനകളും തരുന്നുണ്ട്. ജീവിതങ്ങളിൽ അപ്രകാരമുള്ള സൂചനകളെ നമ്മൾ തിരിച്ചറിയുകയും രക്ഷ സ്വായത്തമാക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ അനുരഞ്ജനത്തിനുള്ള എൻ്റെ സ്വന്തമായ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റണം. കൃത്യമായ പാപബോധത്തോടുകൂടി കുമ്പസാരിക്കുകയും നിരുപാധികം എല്ലാവരോടും ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തില് ഈ ഒരു വിശ്വാസ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളുമായിട്ട് കാര്യം ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു വിശ്വാസം, ദൈവം മരിച്ചവരിൽ നിന്ന് ഈശോയെ ഉയർത്തി എന്ന് പറയുന്ന വിശ്വാസം അതിന്റെ പുറയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാപവും കൂടി ആവശ്യമാണ് എന്നുകൂടി ഈ ഒരു വചനഭാഗം അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തില് വിശ്വാസത്തിൽ നിറയുന്നതിന് വേണ്ടി എപ്രകാരമാണോ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ പ്രതീക്ഷയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തെ പ്രത്യുത്തരിക്കുവാനായിട്ട്, വിശ്വാസത്തെ ഏറ്റുപറയുവാനായിട്ട്, ഉത്തമമായ അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഈ ഒരു മണിക്കൂർ സമയം ഈ ഒരു വിശ്വാസ പ്രത്യുത്തരം എന്ന ക്ലാസ്സിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് നൽകിയ വ്യക്തമായ ബോധ്യങ്ങളെയും ഉൾക്കാഴ്ചകളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷയിലേക്ക് കടന്നു വരുന്നതിനും ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുത്തുന്നതിനും അതിനോട് പ്രത്യുത്തരിക്കുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങ് കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതിനും
അങ്ങ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എന്ന വണ്ണം കൂടുതൽ അനുതാപത്തോടുകൂടി അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാകുകയും ഉണ്ടാക്കിയിട്ടുള്ള അവസ്ഥകളുള്ള എല്ലാ അവസ്ഥയോടും പരിപൂർണവും നിരുപാധികവുമായി ക്ഷമിക്കുന്നതിനുമുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ശക്തി നൽകണമേ. സ്നേഹനാഥ, ഈ അവസരത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഈ മിസിയോയുടെ 20ാം ബാച്ചിലെ ഓരോ അംഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിസിയോ ടീമിലെ ഓരോ അംഗങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് ആലപ്പാട്ട് പിതാവിനെയും അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും മിസിയോയുടെ എല്ലാമായ ആലിസ് കുട്ടി ചേച്ചിയെയും വിവിധ ടീം അംഗങ്ങളെയും മെന്റേഴ്സിനെയും സബ് ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും ഈ ഒരു സെഷനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും രക്ഷയുടെ അനുഭവം നുകരുന്നതിന് വേണ്ടി, വിശ്വാസ പ്രത്യുത്തരം നടത്തുന്നതിന് വേണ്ടി ഉത്തമമായ കുമ്പസാരത്തോടെ അങ്ങയിലേക്ക് കടന്നു വരുന്നതിനുള്ള കൃപാവരം നൽകണമേ. സ്നേഹനാഥനായ ഈശോയുടെ അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടുണ്ടായിരിക്കണമേ. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ജെയിംസ്. ഞാൻ ഈ ഒരു കോഴ്സിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് ഒരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിനും അതോടൊപ്പം ഞങ്ങൾക്ക് ഈ ഒരു സമാപന ആശീർവാദം നൽകിയതിനും ചില തിരക്കുകൾക്കിടയിലും ഓടി വന്നുകൊണ്ട് ഇതിലെ പങ്കെടുക്കാനായിട്ട് കാണിച്ച ആ ഒരു സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുന്നു. അച്ഛന്റെ ആ ഒരു കർത്താവിന്റെ വിളഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇനിയും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിട്ട് തീർക്കുവാനായിട്ട് അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എല്ലാവർക്കും അവരവരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബോധ്യത്തോടു കൂടി ചെയ്യുവാനായിട്ട് സാധിച്ചു. എല്ലാവരും നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഒപ്പം ഇന്ന് ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് ചെയ്തവർക്ക് ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും അതുപോലെ പ്രൊക്ലമേഷനിലൂടെയും ഒക്കെ കേട്ടതുപോലെ വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഒരു ഭാഗമാണ് അനുദപിച്ച് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മാനസാന്തരപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ആഴ്ചയിൽ സാധിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിശുദ്ധ കുമ്പസാരം നടത്തിക്കൊണ്ട് അനുരഞ്ജന കുദാശയിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധരാക്കുവാനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആ ഒരു വിശ്വാസ പ്രത്യുത്തരം ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഒരു നല്ല കുമ്പസാരത്തിനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. സമാപന ഗാനത്തോടു കൂടി ഇന്നത്തെ സെഷൻ പൂർണ്ണമാവുകയാണ്. സമാപന ഗാനത്തിനായിട്ട് ജോമി യേശുരി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു